ഞാനൊരു സഹദേവനെ കാണാൻ വന്നതാ. വീടൊന്നും മാറിയിട്ടില്ല. സഹദേവൻ എന്റെ അനിയനാണ്. അവൻ എന്തിനാ കാണുന്നത്? സഹദേവന്റെ മോക്ക് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തിരുന്നു. അതിന് പണം വാങ്ങാൻ വന്നതാ. നിന്റെ വീടാണിതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പടി ചവിട്ടില്ലായിരുന്നു. അവൻ എത്ര രൂപയെ തരാവുള്ളെന്ന് വെച്ചാൽ ഞാൻ തരാം. ഓ വേണ്ട, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയാൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. ഈ ജന്മത്തിൽ ഒരിക്കലും നിന്നെ നേരിട്ട് കാണേണ്ടി വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും വിധി എന്നെ നിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ അതൊന്നുകൊണ്ടും നിന്നോട് മറക്കാനോ ക്ഷമിക്കാനോ എനിക്ക് കഴിയില്ല മഹാദേവ. കമ്പിളി ചുങ്കത്തുള്ള പാവം ശുഭയോട് നീ ചെയ്ത നെറിയേട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുമെന്ന് ഇനി കരുതണ്ട മഹാദേവ. രാമ, അമ്മയുടെ കാര്യം ഒരു പറയുന്നേ. അയാൾ ആരാ എന്താന്ന് നമുക്ക് അറിയണം കിരൺ. അതെ, സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഒന്നും പറയണ്ട. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ ന്യായീകരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അനുഭവിക്കേണ്ടവരെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല. രാമേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടാ വലിയ പ്രശ്നമാവും. അല്ലാതെ തന്നെ ഇവിടെ ആകെ പുകഞ്ഞിരിക്കുന്ന സമയമാണ്. ഞാനൊരു പ്രശ്നത്തിനും ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നിന്നെ തേടി വരും മഹാദേവ. ഈ ഭൂമി ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം ഫല അനുഭവിക്കാതെ ഒരു മടങ്ങിപ്പോക്ക് ആർക്കും കഴിയില്ല. അത് നല്ലതായാലും ചീത്തയായാലും അനുഭവിച്ചേ പറ്റൂ. ഞാൻ പോവുക, ഇനി നിന്നാ ശരിയാവൂല. അപ്പൊ സഹദേവനെ കാണണ്ടേ? വേണ്ട, ഞാൻ വിളിച്ചോളാ. ഇനി ഞാൻ കാരണം പുകയുന്നതൊന്നും കത്തണ്ട. നീ സുഖമായിട്ട് ജീവിക്കേ. ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കില്ലേ രാമേന്ദ്ര, പ്ലീസ്. ഇതൊക്കെ ഒരു വേദനയാണോ? നീ വേദനിപ്പിച്ചവരനുഭവിച്ചു വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത്? രാമേന്ദ്ര, ദുർഗ, നമുക്ക് അയാളെ കണ്ട് സംസാരിക്കണം. അങ്കിൾ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? വെയിറ്റ്. ഇപ്പൊ വാ. ഇങ്ങോട്ട്